ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിലെ യെശയ്യായുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 6ഉം 7ഉം തിരുവചനങ്ങൾ വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അറിയിക്കുന്നില്ല എങ്കിലും ഏത് വിട്ട അസ്ത്രം, കൈവിട്ടു പോയ അവസരം, പറഞ്ഞു പോയ വാക്ക് തിരികെ പിടിക്കാത്തവയാണ് ഇവ മൂന്നും. വാക്കിൻ്റെ ശക്തി അപാരമാണ്. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രകാശനമാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ വാക്ക്. വാക്കുകൊണ്ട് നാടറിയാൻ സാധിക്കും, വീടറിയാൻ സാധിക്കും, വീരുമറിയാൻ സാധിക്കും. എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും ശമയൻ പത്രോസ് ഗലീലിയക്കാരനാണെന്ന് ആ സ്ത്രീകൾ കൽപ്പിക്കുന്ന എങ്ങനെയാണ്? പറഞ്ഞു, നിന്റെ വാക്ക് തെളിയിക്കുന്നു നീ നസ്രായനായ യേശുവിൻ്റെ ആൾ തന്നെയാണെന്നുള്ളത് വിളിച്ചു പറഞ്ഞു. സൃഷ്ടിയും വിധിയുമെല്ലാം വാക്കിലാണ്. ഒരർത്ഥത്തിൽ നാവിൻ്റെ ശുശ്രൂഷയാണ് സകലതും. നിങ്ങൾ ഡോക്ടറെ സമീപിച്ചാൽ അയാൾ നാവ് പരിശോധിക്കും. അന്ന് പിലാത്തോസിന് മുമ്പിൽ യേശുവിനെ നിർത്തി ചോദ്യങ്ങൾ പലത് ചോദിച്ചു. ഒന്നും അവൻ മിണ്ടിയില്ല എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനൊന്നും മിണ്ടിയില്ല, അവനൊന്നും ഉരിയാടിയില്ല, ഒരു ആരോപണത്തിനും പ്രതികരിച്ചില്ല. ചില സമയത്തൊക്കെ നമ്മൾക്ക് മൗനമാണ് ഭൂഷണം. ഏറ്റവും നല്ല കാര്യമാണ്. പല ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഒന്നും മൈൻഡ് ചെയ്യണം, മൗനമായിട്ടിരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നും അവൻ മിണ്ടിയില്ല, ഒരു ആരോപണത്തിനും പ്രതികരിച്ചില്ല. കാരണം ആ ചോദ്യങ്ങളിൽ തന്നെ മറുപടി ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ മറുപടി ഇരിക്കുകയാണ്. ശേഷം വചനം പറയുന്നു, അവൻ്റെ നിശബ്ദത ദേശത്തിൻ്റെ അധിപതിയെ നടുക്കി. മത്തായി 27:14 പറയാണ്, അവൻ്റെ നിശബ്ദത ദേശത്തിൻ്റെ അധിപതിയെ നടക്കി. അധികം ആയിട്ട് അലക്കേണ്ട കാര്യമൊന്നുമില്ല, മിണ്ടാതിരുന്നാലും മറ്റുള്ളവർ നടക്കും. ശബ്ദത്തിന് ചെയ്യാനാവാത്തത് നിശബ്ദതയ്ക്ക് ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ നിഷ്കളങ്കത തെളിയിക്കാൻ കാര്യം പറയാം, അതിഭാഷണം വേണ്ട. ചുക്കാൻ പിടിക്കുക. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ ശബ്ദത്തേക്കാൾ ശബ്ദമുണ്ടായിരിക്കും. നിശബ്ദത ഭയങ്കര ശബ്ദമുള്ള പവറാണ്. നാവ് തീയാണ്. തീർച്ചയായും ഇത് തീപ്പൊരി തന്നെ. വൻകാടുകളെ ഒരുപിടി ചാരമാക്കാനും വടവൃക്ഷങ്ങളെ തകിടം മറിക്കാനും തീപ്പൊരി മതി. ഏറ്റവും പച്ചപിടിച്ച ജീവിതങ്ങളെ പോലും നാവെന്ന തീ കത്തിച്ച് ചാമ്പലാക്കും. അത് മനസ്സിലാക്കണം. എത്രയെത്ര സ്നേഹിതരുടെ സൽപ്പേരാണ് നിന്റെ നാവിൽ വാക്ക് മൂലം ചാരമായി തീർന്നത്. കുറച്ചൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ കുറെ കൂടി സംയമനം പാലിക്കാമായിരുന്നു. ചിലരൊക്കെ തഴച്ചു വളർന്നേന്. സൽവചനവും തീയാണ്, ആത്മാവിനെ കത്തിക്കുന്ന തീ, തണുത്തുറിഞ്ഞതിനെ ചൂടാക്കുന്ന തീ. വചനത്തിൻ്റെ തീയിൽ സഹോദരനെ ഉണർത്തേണ്ട നീ വാക്കിൻ്റെ തീയിൽ അവനെ ചാമ്പലാക്കുന്നത് എന്താണ്? കടുത്ത വാക്കാണ്. നമ്മുടെയൊക്കെ വാക്കുകൾ വചനം അല്ലെങ്കിൽ വചനമാണ് എല്ലാത്തിനും പ്രസക്തിയുള്ളത്. അഗ്നിയിൽ സ്നാനം ചെയ്ത വചനം അത് ജീവൻ നൽകുന്നു. ദുർബലന്റെ പാഴ്വാക്കുകളോ മരണം വിതറുന്നു. അതിൽ ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയാണ്, അതിൽ ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയുണ്ട്. യാക്കോബ് 3:6 പറയാണ്, അതിൽ ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയുണ്ട്. സുഭാഷിതത്തിൽ 18:21 പറയാണ്, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. മെരുക്കാനാവാത്തൊരു മൃഗമാണ് നാവ്. കൂട്ടിലടച്ചിരിക്കുന്ന മൃഗമാണ് നാവ്.
സൃഷ്ടിയിലെ ദൈവം അത് പ്രത്യേകം കരുതി നാവിനെ പല്ലിലും ചുണ്ടിലും പൂട്ടിയിട്ടു. നമ്മളെവിടെയൊക്കെ നാവ് അങ്ങനെയാണ്, പല്ലിൻ്റെയും ചുണ്ടിനും അടയിൽ വെച്ചിരിക്കുകയാണ്, അതെടുത്ത് പ്രയോഗിക്കാതിരിക്കുകയാണ്. എങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് പ്രയോഗിക്കുകയാണ്. വിശുദ്ധ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ പോലും അപരനെ കുറിച്ചുള്ള കുറ്റങ്ങളിൽ പരദൂഷണം പറഞ്ഞിരിക്കുന്ന എത്രയോ പേര് നിങ്ങൾ കണ്ടു കാണും. ദേവാലയത്തിനകത്ത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാവിനെ നമ്മൾ ദേവാലയത്തിൽ വരുന്നതിനാണ് ആ സമയത്ത് മറ്റൊന്നും കാണാൻ കഴിയില്ല. നമ്മൾ കർത്താവിനെ മാത്രം കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ വരുന്നത്. പക്ഷെ അതുപോലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മൾ എത്രയും ശപിക്കപ്പെട്ടവരായിത്തീരുന്നു നമ്മളതിനെ തിരിച്ചറിയണം. ഞാൻ ഇന്നും എല്ലാ ദിവസവും പള്ളി പോകുന്ന ആളെന്നും ഇടവക വികാരിയെ കാണിച്ചുകൊണ്ടൊന്നും സ്വർഗരാജ്യം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടത്തില്ല. പറയുള്ളവർ നാവിനെ പല്ലിനും ചുണ്ടിലും വിട്ട് പൂട്ടിയിട്ട് വയ്ക്കാൻ നോക്കാൻ സാധിക്കണം. ആവശ്യമുള്ളത് ഉപയോഗിക്കരുത്. കൈക്കാലിൽ കെട്ടിയിട്ടാൽ പിന്നെ അത് അനക്കാനാവില്ല. നാവാട്ടെ പൊട്ടിച്ചും പുറത്തിറങ്ങും. ഇതിനെ തളച്ചിടുക എളുപ്പമല്ല. പക്ഷികളെയും ഇഴജന്തുക്കളെയും എന്തിനേറെ വന്യമൃഗങ്ങളെ പോലും മനുഷ്യർ ഇണക്കി നിർത്തുന്നുണ്ട്. എന്നാൽ ഈ ചെറുമൃഗത്തെ നിയന്ത്രിക്കുന്നതിൽ പാടെ പരാജയമാണ് മനുഷ്യൻ ഇന്നവരെ ഉണ്ടായുള്ളത്. വിഷം വമിക്കാൻ ശക്തമാണ് ഈ മൃഗം. മെരിക്കയിലേൽ തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കും. പ്രഭാഷകൻ പറയുന്നത് എത്രയോ സത്യമാണ്. വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക. വാതിലും പൂട്ടു നിറപ്പിക്കുക. നാവിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭയന്ന് വിറയ്ക്കുന്നുവെന്ന് സിസ്റ്റർ ഫൗസ്റ്റീന എഴുതി വെച്ചിട്ടുണ്ട്. വാൾത്തല കൊണ്ട് കുത്തിയാൽ നിങ്ങൾ പൊറുവേൽക്കും. വന്യമൃഗങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങൾ തകർന്നു വീഴും. എന്നാൽ നാവിൻ്റെ പ്രഹരമേറ്റാലോ നിങ്ങളുടെ അസ്ഥികൾ തകരും. പ്രഭാഷകൻ 28:17 പറയാണ്, നിങ്ങളുടെ അസ്ഥികൾ തകരും. മെതുക്കാൻ എളുപ്പമല്ല ഈ മൃഗത്തെ. അസ്ഥി ഒടിഞ്ഞു കിടക്കുന്നുണ്ട് പലരും. നാവിൻ്റെ പ്രഹരമേറ്റ് സഹോദരങ്ങളും സഹശുശ്രൂഷകരും കൂട്ടുവേലക്കാരും എല്ലാവരുമുണ്ട്. ഞാൻ വായിച്ചതാണ്, എവിടെയോ വായിച്ചൊരു ഓർമ്മയാണ്. ഫ്രാൻസിസ് പാപ്പ സ്ഥാനമേറ്റെടുത്ത ശേഷം മെത്രാ സംഘത്തോടും ആലോചനാ സംഘത്തോടും ആദ്യം പറഞ്ഞത് വത്തിക്കാനിൽ പരദൂഷണം പറയരുതെന്നാണ്. എന്നാൽ ഞാനത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നി. പാപ്പയായിട്ട് സ്ഥാനം എടുത്തിട്ട് ഇത്തരം കാര്യമാണോ ആദ്യം പറയേണ്ടത്? ഇപ്പോൾ കാര്യം എനിക്ക് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് പിടികിട്ടി. പരദൂഷണത്തിന് നിത്യനഗരത്തിൻ്റെ അടിവാരം താർക്കാനാവും. വാക്കിൻ്റെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവനും അതിൻ്റെ ചങ്ങല വീഴ്ത്തുന്നവനും ഭാഗ്യവാൻ. പ്രഭാഷകൻ പറയാണ്, വാക്കിൻ്റെ പ്രഹരത്തിൽ നിന്നും രക്ഷപ്പെടുന്നവനും അതിൻ്റെ ചങ്ങല വീഴാത്തവനും ഭാഗ്യവാൻ. ദൈവമേ, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യില്ലായിരുന്നു. പ്രഭാഷകൻ വീണ്ടും പറയാണ്, ദൈവമേ, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യില്ലായിരുന്നു. നാവ് അരുവിയാണ്, മധുരമൊഴുക്കേണ്ട അരുവിയാണിത്. പക്ഷേ കയ്പ് ഒഴുകുന്നുണ്ട്. പ്രശ്നം ഉറവയാണ്. ഉറവ മധുരമെങ്കിൽ ജലം മധുരിക്കും, അശുദ്ധമെങ്കിൽ കയ്ക്കും. മദ്യം കഴിക്കുന്നവരെ ശ്രദ്ധിക്കുക. ചിലർ കുടിച്ചാൽ അശുദ്ധ വാക്കുകളെ പറയൂ. നമുക്ക് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അശുദ്ധ വാക്കുകളെ പറയൂ. മറ്റു ചിലർ മനോഹര ഗാനങ്ങൾ ആലപിക്കും. ഒപ്പീസ് ചൊല്ലി നടക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒപ്പീസിൻ്റെ പാട്ടുകളൊക്കെ ചൊല്ലി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അശുദ്ധി ഉള്ളിൽ കുടികൊള്ളുന്നുവെങ്കിൽ ഒരിക്കലും നല്ലത് പറയാനാവില്ല എന്നുള്ളതാണ് സത്യം. ഉപ്പ് വെള്ളത്തെ മധുരമാക്കില്ല. മധുരമായതിനെ മാധുര്യം പകരാൻ സാധിക്കൂ. ഉറവ നന്നാവണം. ഓരോ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇനിയും ദൈവത്തിന് നാവായി നാം തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് യാക്കോബിൻ്റെ പുസ്തകത്തിലെ 1:26 പറയാണ്, വഞ്ചന നിറഞ്ഞ ജീവിതത്തിൽ കാപട്യം ഇടുവാകാതിരിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ജീവിതം. ഭക്തി വ്യർത്ഥമാകും നാവിനെ നിയന്ത്രിക്കാതെ പോയാൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാവ് നിയന്ത്രിക്കുക. ഈ നോമ്പ് കാലം അതിനുവേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കുക. അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്നങ്ങനെ വിമിഷ്ടം തോന്നുമ്പോൾ മൗനമായിരിക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ
അവരെൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൗനമായിട്ടിരിക്കുക. ദൈവത്തോട് പറയുക, ദൈവമേ ഞാനതാ മൗനമായിട്ടിരിക്കുകയാണ്, എനിക്കൊന്നും എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മൗനമായിരിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പ് കാലം അതിനുള്ള കുറച്ച് ദിവസങ്ങൾ അതിനുള്ള ദിവസങ്ങളായിട്ട് നമ്മൾ മാറ്റട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ.